ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഐ എം നമിത. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു കാരണം എൻ്റെ ലിറ്റിൽ ഹാപ്പിനെസ്, എൻ്റെ ലിറ്റിൽ ട്രിപ്സ് അതൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഐ എം ജസ്റ്റ് എൻജോയിങ് മൈ ലൈഫ്. ഐ എം മച്ച് ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. സോ ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊട്ടി സ്റ്റേക്കേഷനാണ്. അപ്പോൾ ഊട്ടി സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഊട്ടി പോകണത്. എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ പിന്നെ ഭയങ്കര പബ്ലിക്കായിട്ട് ഇങ്ങനെ ഫോണെടുത്ത് നടക്കുന്നതിൽ കുറച്ചൊരു ചടപ്പുള്ള ആളാണ്. മീൻസ് വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ കുറച്ച് ചടപ്പുള്ള ആളാണ്. അതുകൊണ്ടാണ് ഇത്രയും കാര്യം ഞാനത് തുടങ്ങാൻ. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് ടൈം. അപ്പോൾ ഊട്ടിക്ക് ഞാൻ ഫസ്റ്റായിട്ട് KSRTCയിൽ ഒറ്റയ്ക്ക് പോവുകയാണ്. അപ്പോൾ ആ വൈബൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ വെൽക്കം. ഓട്ടോ വിളിച്ചിട്ട് ഇതാ ഞാൻ സ്റ്റാൻഡിൽ പോവാണ്. ഞാൻ മലപ്പുറത്ത് നിന്നാണ് ബസ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഈ മലപ്പുറത്ത് നിന്ന് കയറണോ മഞ്ചേരിയിൽ നിന്ന് കയറണമെന്ന്. പിന്നെ അവസാനം ഞാൻ വിചാരിച്ചു മഞ്ചേരിയിൽ നിന്ന് തന്നെ കയറാമെന്ന്. അങ്ങനെ കാത്തിരുന്ന് ബസ് വന്നു. ബസ് കയറി. നിലമ്പൂർ, വഴിക്കടവ്, ഗൂഡല്ലൂർ ആൻഡ് ഊട്ടി, ഇതാണ് നമ്മുടെ റൂട്ട് വന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് അവർ ലഞ്ചിൻ്റെ സ്ഥലത്ത് നിർത്തി വഴിക്കടവ്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ചോറും മീൻ പൊരിച്ചതും കഴിച്ചു. പിന്നെ മാസ്കായി, ക്യാപ്പായി. നല്ല ക്ലൈമറ്റായിരുന്നു. നല്ല തണുപ്പൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിരുന്നു. അപ്പോൾ വരുന്നതിൻ്റെ ഒരു ഇതിൽ ഞാൻ വേഗം ജാക്കറ്റും ഇട്ട് ഫുൾ സെറ്റായി. ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓരോ വളവെത്തുമ്പോഴും സീറ്റിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോകണപ്പോൾ ഞാൻ പിടിച്ചിരുന്നു. ഞാൻ അങ്ങനെ ഊട്ടിയിലെത്തി. നേരെ ഞാൻ പോയതൊരു ചായ കുടിക്കാനായിരുന്നു. അങ്ങനെ അടുത്തുള്ളൊരു കടയിൽ തന്നെ പോയി ചായ കുടിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു. കുടിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല ചൂടുണ്ടായിരുന്നു കയ്യിൽ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഒരു ഓട്ടോയിൽ കയറി. നമ്മുടെ റിസോർട്ട് 5 കിലോമീറ്റേഴ്സ് ദൂരത്താണ്. അപ്പോൾ അങ്ങോട്ട് ഓട്ടോയിൽ പോയി 200 രൂപ വാങ്ങി ചേട്ടൻ. അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം നമ്മളവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ സ്റ്റെർലിംഗ്. ചെക്ക് ഇൻ ചെയ്തു. റൂമിൽ ലഗേജും കൊണ്ടുവച്ച് തന്നു. ദിസ് ഈസ് അവർ റൂം. എ സ്മോൾ കോസി റൂം, അങ്ങനെ വേണം പറയാൻ. നല്ലൊരു ബെഡുണ്ട്, നല്ലൊരു അലമാരയുണ്ട്, ദെൻ TV, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഗുഡ് ടോയ്ലറ്റ് ഓൾസോ. ഓക്കെ, ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഊട്ടിയിലെത്തിയിരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് ഊട്ടിയിൽ വരുന്നത്. ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്, അന്ന് കുറച്ച് ദിവസം വന്നിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ബോധം വെച്ചിട്ട് ആദ്യമായിട്ടാണ്. വണ്ടിയൊക്കെ വന്ന് പോവാറുണ്ട്, കാരണം ഇറ്റ്സ് നിയർലി 3 to 4.5 hours ഉള്ളൂ നമുക്ക് ഊട്ടിക്ക്. അപ്പോൾ യാ, ഐ എം എക്സൈറ്റഡ്. ബൈ. ചെക്കിൻ ചെയ്തു. ഇനി ഒന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് അവരൊപ്പം ഒന്ന് ജോയിൻ ചെയ്യട്ടെ. വന്നു, ഒന്ന് കുളിച്ചിട്ടൊന്നുമില്ല, ഫ്രഷായി. ഗുഡ്. മുടിക്ക് നാളെ റെഡി കേട്ടോ. കാടി ഹെയർ ഒരുപാട് കഷ്ടപ്പാടും മക്കളെ. ഇവിടെയാണ് നമ്മുടെ പ്ലേ ഏരിയ. അതേപോലെ ഈ എന്താ പറയുക, നൈറ്റ് ഒരു ഔട്ട്ഡോർസ്. ഇവിടെയാണ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇതാണ് ഗാർഡൻ. ഭയങ്കര രസമുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഇവിടെ കുറേ നല്ല നല്ല പൂക്കളുണ്ട്. തുമ്പപ്പൂ പോലെ അല്ലേ? Yep. Yeah, this is our room view. So much. The view is nice, no? Whoa. This is Ooty, guys. Ooty. ഇതാണ് ഊട്ടി കേട്ടോ. ഞാൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ഒപ്പം ഉള്ളതൊരു ഹിന്ദിക്കാരിയാണ്. അപ്പോൾ ഐ ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. Yeah. ഇതാണ് ഞാൻ പറഞ്ഞ ഹിന്ദിക്കാരി പെണ്ണ്. ഒഡീഷക്കാരിയാണ്. എൻ്റെ ഫ്രണ്ടാണ്, രചിത എന്നാ പേര്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. നാടിനെ പറ്റി പൊക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്ലേ ഏരിയ. ഈ റിസോർട്ടിലെ പ്ലേ ഏരിയ ആണിത്. ഊഞ്ഞാൽ കണ്ടാൽ പിന്നെ ആരാ ആടാതിരിക്കാം. ഞാനും കുറേ നേരം ഇരുന്ന് ആടി. ഇപ്പോൾ ഇതാ ഇവിടെ ഇരുന്നായി. ഭയങ്കര ഒരു വൈബുണ്ട്. ഭയങ്കര തണുപ്പൊന്നുമില്ല, നല്ലൊരു തണുപ്പ്. ഭയങ്കര ലൈറ്റും
അവിടെയൊക്കെ ഹില്ലൊക്കെ ഭയങ്കര ലൈറ്റ്സും ലൈറ്റൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. ഡ്രസ്സ് മാറ്റി, നല്ല തണുപ്പുണ്ട്. തണുപ്പ് ഇങ്ങനെ കൂടി വരുന്ന പോലെ. അപ്പോൾ പിന്നെ ഒരു സ്വെറ്ററും ഹുഡിയൊക്കെ എടുത്തിട്ടു. പിന്നെ ഒരു കോഫി കുടിക്കുന്നു. ഇനി ഒരു ക്യാമ്പ് ഫയർ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അത് പോയി അറ്റൻഡ് ചെയ്യട്ടെ. ക്യാമ്പ് ഫയറിലേക്കുള്ള പോക്കാണ്, പക്ഷെ അതെന്തോ നടന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഈ ഗാർഡനിൽ വന്നിരുന്നു. നല്ല രസമല്ലേ ഈ ബഗ്ഗി കാണാൻ. ഞാൻ കുറച്ച് നേരം അതിൻ്റെ മുകളിൽ തന്നെയായിരുന്നു. കുറേ നേരം പുക ഇട്ട് നിന്നു. ആ പുകയല്ല, പിന്നെ കൊളീഗ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ സംസാരം, അവരൊക്കെ കുറേ എന്തൊക്കെയോ പറയണ്ടായിരുന്നു. അതൊക്കെ കേട്ട് ഞാൻ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നറിന് പോയി. ഡിന്നർ അത്യാവശ്യം നല്ല സ്പ്രെഡ് ഉണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാം കഴിച്ചു. പിന്നെ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ആർഭാടമായ ഭക്ഷണമാണല്ലോ. അപ്പോൾ ആദ്യം സൂപ്പിൽ നിന്ന് തുടങ്ങി, ചോറുണ്ടു, അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് എടുത്തു. അങ്ങനെ ഒരു ആർഭാട ലൈഫ്, ഡയറ്റ് ലൈഫും കൂടി വേണമെങ്കിൽ പറയാം കേട്ടോ. പയറ് മുളപ്പിച്ചതൊക്കെ കഴിക്കണേ, പപ്പായ, എന്ത് ചെയ്യാനാ, റിച്ച് ലൈഫ്. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ കുറച്ചും കൂടി കോടയൊക്കെ മൂടിയിട്ടുണ്ട്. ബഗ്ഗി കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ബഗ്ഗി ഭയങ്കര ഇഷ്ടമായിട്ട്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഊട്ടിയിൽ. അപ്പോൾ ഇന്ന് കുറച്ച് സൈറ്റ് സീയിങ്ങിനൊക്കെ പോകണം. അപ്പോൾ ഒരു 7:45 എണീറ്റ്, നല്ല തണുപ്പാണ് പുറത്ത്. കുറച്ച് ഹോട്ട് വാട്ടർ കുടിക്കാം. എന്നിട്ട് ഒരു 8:30 ആകുമ്പോഴേക്കും റെഡി ആവണം. ഫ്രഷപ്പ് ആവട്ടെ, ഇത് കാണാം. ഫ്രഷായിട്ട് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇഡ്ഡലിയും ദോശയും വടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. നല്ലൊരു ചായയും കുടിച്ചു. പുറത്ത് വന്ന് നോക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും ഉണ്ട്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇവിടെ നല്ല കോടമഞ്ഞുണ്ട്. ഞാൻ ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്ന് സെക്കൻഡ് ഡേ ഇന്ന് ഊട്ടിയാണ്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് സൈറ്റ് സീയിങ് ചെയ്യാൻ. നല്ല കോടുണ്ട് ഇവിടെ. ഞാൻ തണുപ്പുണ്ടാവില്ല വിചാരിച്ചിട്ട് സാധാ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഷർട്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഒഫീഷ്യലി നമ്മുടെ കറക്കം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഒരു കുട്ടി ബസ്സിലാണ് പോകണം എല്ലാവരും കൂടി. ഞാൻ മുന്നിൽ തന്നെ ഇരുന്നു. നമ്മൾ ആദ്യം പോയത് പൈൻ ഫോറസ്റ്റിലാണ്. അവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ നമ്മൾ പോയത് ഇപ്പോൾ ഉള്ളത് ഷൂട്ടിംഗ് പോയിന്റിലാണ്. പല പല ലാംഗ്വേജിലെ ആൾക്കാരുണ്ടാവും. കന്നഡ ഉണ്ട്, ഹിന്ദി, ഇംഗ്ലീഷ്. ഞാൻ കുറച്ച് ഇംഗ്ലീഷിലേക്കും സംസാരിക്കും. ഗായ്സ്, ഇതാണ് ഷൂട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള വ്യൂ. ഹായ് ഗായ്സ്, വീണ്ടും ഞാൻ ഹായ് പറയണം. നമ്മളിവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. കാറ്റുണ്ട്, തണുപ്പൊക്കെ, വേറെ തണുപ്പ്, കുഴപ്പമില്ലാത്ത തണുപ്പാണ്. കൊളീഗ്സൊക്കെ ഇവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ ഫുൾ ബ്ലോഗിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല. എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട് ഞാൻ. പിന്നെ ഞങ്ങൾ പോയത് പ്യാക്കര ബോട്ടിങ്ങിനാണ്. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും ഇരുന്ന് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞാനും ലാസ്റ്റാണ് പോയത്. എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ സീറ്റിലിരുന്നിട്ട് കുറച്ച് ഷോ ഓഫൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ തന്നെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ഒരു കോഫി കുടിച്ചു. പിന്നെ നേരെ പോയത് ലഞ്ച് കഴിക്കാനാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടുത്തെ വ്യൂ ആണിത്. ഭക്ഷണം വന്നിട്ടുള്ള വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് മുതുമല ടൈഗർ റിസർവിലേക്കാണ്. അവിടെ നിന്ന് ഒരു ജീപ്പ് സഫാരി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ തുടങ്ങാത്ത എൻ്റെ യൂട്യൂബ് ചാനലിലേക്കുള്ള ഹായ് ആണ് അതൊക്കെ. പിന്നെ നമ്മൾ മാൻകൂട്ടങ്ങൾ കണ്ടു. കുറേ മാനുകളുണ്ടായിരുന്നു. നല്ല കാറ്റാണ് കേട്ടോ. ഈ മെയിൻ തിങ് എന്ന് പറയുന്നത് ഇതാണ്, നല്ല കാറ്റ്. നമ്മുടെ ടീം കോർഡിനേറ്ററാണ് നമുക്കതാ ഈ ബൈസനെ കാണിച്ചിരുന്നത്. കുറേ എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ നോക്കൂ, ഈ ഫ്രെയിം എന്ത് ഭംഗിയല്ലേ. ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ഫോട്ടോ എടുക്കായിരുന്നു. അത് കഴിഞ്ഞതായി നടുവിലൊരാൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു മൂൺ പേഴ്സൺ, അപ്പോൾ എവിടെ കണ്ടാലും മൂണിനെടുക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാളതാ ഓടിപ്പോകുന്നു. പിന്നെ കുറേ മാനുകളും ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഭീമ. അപ്പോൾ നമ്മുടെ ജീപ്പ് റൈഡ് കഴിഞ്ഞ് നമ്മുടെ വണ്ടികളൊക്കെ ഇതാവിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഞങ്ങളൊരു നല്ലൊരു ചായ കുടിക്കണം. എന്നിട്ട് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്നതാണ് വീണ്ടും. അപ്പോൾ ഇന്നും കൂടി അവിടെ സ്റ്റേ ഉണ്ട്. നാളെ രാവിലെ പോകുള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് ഊട്ടിയിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ റോഡിലതാ ഒരാളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്.
നല്ലൊരു ആനക്കുട്ടിയെ. ആൾ റോഡ് ക്രോസ് ചെയ്ത് ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കുക. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, പിന്നെ നമ്മൾ പാസ് ചെയ്തു. പിന്നെ ആളെന്തോ പരിപാടിയിലാണ്. മസിനഗുഡിയിൽ നിന്ന് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ റിസോർട്ടിലോട്ട് പോയി. അപ്പോൾ മസിനഗുഡി വഴി ഊട്ടിയിലെത്തിയിരിക്കുന്നു വീണ്ടും. ഇപ്പോൾ നമ്മൾ റൂമിലെത്തി, ഒന്ന് ഡ്രസ്സപ്പ് ചെയ്തു. ഇനി എല്ലാവരും കൂടെ ഒരു കാറ്ററിംഗ് ഉണ്ട്. ആക്ച്വലി ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു കമ്പനി ട്രിപ്പാണ്. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. സോ അങ്ങനെ പോയി ഞങ്ങൾക്കൊരു പാർട്ടി ഉണ്ട്, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാം. സ്ട്രെയിനിങ് ഹിയർ. മഴ പെയ്യുന്നുണ്ട് ഗൈസ്, മഴ പെയ്യുന്നുണ്ട്. ഡിന്നർ കഴിച്ചു, ഇനി പോയി കിടക്കണം, നന്നായിട്ടൊന്ന് ഉറങ്ങണം. നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് റിട്ടേൺ അടിക്കും, നേരെ മഞ്ചേരിയാണ്. ഈ 500 കണ്ടിട്ട് നോക്കണ്ട, ഇന്ന് പൈസ ആവശ്യമുണ്ടാവും. പല ബോട്ടിങ്ങിനൊക്കെ ക്യാഷ് ആവാൻ വേണ്ടത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എടുത്തതാണ്. ഞാൻ എൻ്റെ പേഴ്സ്, എൻ്റെ ചാർജർ ഒന്നും കൊണ്ടുവരുന്നില്ല. റൂമിലെത്തണ വരെ എൻ്റെ ഫോണിൽ ചാർജ് റൂമിലെത്തണ വരെ 1%. അപ്പോൾ ഐ തിങ്ക് 2 മണിയാകുമ്പോൾ 30 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അത് സേവ് ചെയ്ത് റൂമിലെത്തണ വരെ സ്വിച്ച് ഓഫ് ആയില്ല. എൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബോട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ 500 രൂപ ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തത്. പിന്നെ ആവശ്യം വന്നില്ല. സോ അതാണ് ഇന്നത്തെ ഒരു ഡേ. ഇന്ന് നമ്മൾ കുറച്ച് ഊട്ടി എക്സ്പ്ലോർ ചെയ്തു. നാളെ തന്നെ റിട്ടേൺ അടിക്കും. സോ നാളെ മോർണിംഗ് കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ദിസ് ഇസ് ഡേ 2 ഇൻ ഊട്ടി. ഇന്ന് ചെക്കൗട്ട് ചെയ്യണം. രാവിലെ എണീറ്റു. ഇന്ന് വേഗം എന്താ പറയുക, ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. വേഗം എന്താ പറയുക, ഉറക്കം തീർന്ന പോലെ. 4 മണിക്കൊക്കെ ഞാൻ രാവിലെ ആയില്ലേ വിചാരിച്ച് നോക്കുക, പിന്നെ ഒരു 5 മണിക്ക് നോക്കുക. വെറുതെ സമയം നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ബട്ട് എണീറ്റു, വെറുതെ ഒന്ന് വൈബ് തേടി ഇറങ്ങിയതാണ്. വെറുതെ ഇവന് മോർണിംഗ് വാക്ക് ഇറങ്ങിയതാണ്. ഇനി ഫ്രഷപ്പ് ആവണം, ചെക്കൗട്ട് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ചെക്കൗട്ട് ചെയ്യണം. നേരെ നാട്ടിലെ ബസ് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും KSRTC മാറി കയറാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ രാവിലെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. റിസോർട്ട് നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച അവസാനം ഞാൻ നല്ലൊരു സ്ഥലത്തെത്തി. ബാക്കിലൊക്കെ ഭയങ്കര ഗ്രാസ് എൻട്രൻസ് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് ഗുഡ്. ഇവിടെയാണ് ഹട്ട് വരുന്നത്. ഇവിടെയാണ് ഫുൾ ഗാർഡൻ, അങ്ങനത്തെ കേട്ട് നല്ല പാക്കിങ് വരുന്നുണ്ട്. കാറ്റ് ഇവിടെ നിൽക്കുമ്പോൾ അതാണ് പറയില്ല, പക്ഷെ കുറച്ച് എന്തായാലും മനസ്സിലാവും. ബിക്കോസ് നമുക്ക് താഴേക്ക് നടന്നോക്കാം. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നു. താഴെ നോക്കി ഉറക്കട്ടെ, അല്ലെങ്കിൽ തുടക്കം പറഞ്ഞ് വീഴുന്ന ഫുൾ വെള്ളമാണ്. ഭയങ്കര ഫോഗ് പാറി നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ഊട്ടിക്ക് ഇങ്ങനെ വരണം, ചൂട് സമയത്ത് പ്രത്യേകിച്ച്. അവിടെയൊക്കെ ഹോഴ്സ് റണ്ണിങ് ഒക്കെ ഉണ്ട്. വെയിറ്റ്, അവിടുന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കോട്ടേജസൊക്കെ ഉണ്ട്. നമ്മുടെ റൂം ഇവിടെ നല്ല അവിടെ കണ്ട ഒരു ഹോഴ്സിന് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തോന്നുന്നു. അവരൊക്കെ രാവിലെ പണിയെടുക്കും, നമ്മൾ രാവിലെ എണീറ്റ്. ഞാൻ ഇപ്പോൾ എണീറ്റ് തന്നെ ഉറക്കില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എപ്പോഴും കിടന്നുറങ്ങും. ബട്ട് ഇറ്റ്സ് ഗുഡ്. പിന്നെ കുറച്ച് നേരം ആ നേച്ചറൊക്കെ ഒന്നിങ്ങനെ എൻജോയ് ചെയ്തു. നല്ല കാറ്റായിരുന്നു, നല്ല ഒരു ചെറിയ കിളികളുടെയൊക്കെ സൗണ്ടും പിന്നെ ഫോഗ് ഇങ്ങനെ പറന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. ഒറ്റയ്ക്ക് രസമാട്ടാ, എനിക്കിഷ്ടമാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. മരത്തിൻ്റെ ഇടയിൽ കൂടെ ഫോഗ് പോകണ കാണാൻ നല്ല ഭംഗിയില്ലേ. പണ്ടൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു പുൽമേടിലൊരു വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം പണ്ടൊരു കലണ്ടർ ഉണ്ടായിരുന്നു, കലണ്ടറിൽ നല്ല ഒരു ഊട്ടി പിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു ഹട്ടാണ്, ഒരു റെഫറൻസാണ്, ടോഡ ഹട്ടിൻ്റെ റെഫറൻസാണ്. കാഴ്ച കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മസാല ദോശ ഉണ്ടായിരുന്നു, പിന്നെ ചായയും കുടിച്ചു, കട്ട് ഫ്രൂട്ട്സും കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നു, പോകുന്നു. ഇനി ഓരോരോ ബസ് കയറി വേണം പോകാൻ.
ഗൂഡല്ലൂർക്ക് കയറിയിട്ട് പിന്നെ നിലമ്പൂരിക്കോ മഞ്ചേരിക്കോ കിട്ടുകയാണെങ്കിൽ അങ്ങനെ കയറാം എന്നാണ് എൻ്റെ പ്ലാൻ. അതിന് മുമ്പ് ഇവരെ എവിടേക്കോ പോകാനുള്ള പ്ലാൻ ഉണ്ട്. എൻ്റെ അത് ഞാൻ പോകുന്ന റൂട്ട് തന്നെയാണെങ്കിൽ ഞാൻ അവരെ അക്കമ്പനി ചെയ്യും, അവരൊപ്പം പോകും. പിന്നെ ഇങ്ങോട്ട് വരും. എന്താണെന്നറിയോ, അവരൊക്കെ എൻ്റെ ഇപ്പോൾ കൊളീഗ്സിൻ്റെ ഇത് ആക്ച്വലി ഒരു കമ്പനി ട്രിപ്പാണ്. അപ്പം എൻ്റെ കൊളീഗ്സൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പം ഇംഗ്ലീഷ് പറഞ്ഞ് വലുതായിട്ടൊന്നും അറിയില്ല, പക്ഷെ അവരെ പിടിച്ചേക്കണമല്ലോ, കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞ് കൂടുതൽ ഇംഗ്ലീഷ് വേർഡ്സ് വരുന്നുണ്ട്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, അപ്പോൾ ശരി, ബൈ ബൈ. അങ്ങനെ ചെക്ക് ഔട്ട് ചെയ്തു, ലഗേജൊക്കെ വണ്ടി കയറ്റി. അതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. അവിടെ കാണുന്ന ഒരു പൂവിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത രസമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ദൊഡ്ഡബെട്ട വ്യൂ പോയിന്റിലേക്കാണ്. അവിടെ കയറുമ്പോൾ തന്നെ ഒരു മാർക്കറ്റ് വൈബാണ്. കുറേ എന്താ പറയുക, വിൻ്റർ ക്ലോത്ത്സും വിൻ്റർ ആക്സസറീസും എല്ലാം ഉണ്ടായിരുന്നു. This is Doddabetta View Tower. So, ഇതൊന്നും കണ്ടോ, ഈ ഫോട്ടോ മാത്രം. ഈ ക്ലൈമറ്റിലാണ് നമ്മൾ കോട്ടും ക്യാപ്പും വെക്കേണ്ടത്, പക്ഷെ അതൊന്നും നമ്മൾ എടുത്തില്ല. അപ്പോൾ ടവറിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണിത്. നല്ല മൂടൽമഞ്ഞുണ്ടായിരുന്നു. അപ്പുറപ്പുറം ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ മാഗ്നറ്റ്സ് കണ്ട് ഞാൻ വാങ്ങാറുണ്ട്. എൻ്റെ ഒരു കളക്ഷനാണിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങി അവിടെ നിന്ന്. പിന്നെ നമ്മൾ പോയത് ടീ ഫാക്ടറിയിലാണ്. സാധനമൊക്കെ തന്നിട്ടുണ്ട്. ടീ ഫാക്ടറി, ഇതാണ് ടീ ഫാക്ടറി. അതിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂ ആണിത്. ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ വേണം നമുക്ക് പോകാൻ. ഇങ്ങനെ പോകണം ടീ ഫാക്ടറി. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത എൻ്റെ യൂട്യൂബ് ചാനലിലേക്കുള്ള ഹൈവേയാണ് ഇതെല്ലാം വീണ്ടും. പിന്നെ ഇതാണ് ചായ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി. ഇതാണ് ഫസ്റ്റ് ടീ പൗഡർ ഉണ്ടാക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ 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 സർ, ഓക്കെ സർ. The fantastic natural tea. ഓക്കെ ഓക്കെ. Purely used organic tea, which we call organic tea. This is what we call organic tea. അതാണ് എൻ്റെ കയ്യിൽ. ഇതിൽ നിറയ്ക്കും, നല്ല പാക്കറ്റ് ആക്കും. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടൊരു ചായ തരും. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നമ്മളെടുത്ത് കാട്ടമന്തി. അവിടെ നിന്ന് നമുക്ക് സാമ്പിൾസ് കിട്ടിയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചീനോട് ഒരിട്ട് കൂടി ചോദിച്ചപ്പോൾ ചേച്ചി 1 time പറഞ്ഞു. പിന്നെ ഞാൻ ബട്ടർ സ്കോച്ച് നട്ടീസ് കുറച്ച് വാങ്ങി. അപ്പം നമ്മൾ ടീ വാങ്ങി, ചോക്ലേറ്റ് ഒക്കെ വാങ്ങി. ഈ വാടാമല്ലിപ്പൂ ഭയങ്കര നൊസ്റ്റമാണ് എനിക്ക്. മറ്റുള്ളവർക്കൊന്നും അറിയില്ലായിരുന്നു എന്താ പൂന്ന്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞങ്ങൾ പിന്നെ നേരെ പോയത് ലഞ്ച് കഴിക്കാനാണ്. നന്നായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ടീംസിനോടെല്ലാം ടാറ്റ പറഞ്ഞു. അവർ കോയമ്പത്തൂർ പോവാണ്. ദേ എൻ്റെ ബസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ കയറട്ടെ. മൈസൂർ ബസ് കയറിയിട്ടുണ്ട്, ഇനി ഗൂഡല്ലൂർ ഇറങ്ങും. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൻ്റെ മുന്നിൽ തന്നെ സീറ്റ് കിട്ടണം. അതും ഞാൻ ഭയങ്കര കംഫർട്ടായിരുന്ന് കാഴ്ചയൊക്കെ കണ്ട് ഗൂഡല്ലൂർ എത്തി. അവിടെ നിന്ന് ഒരു കാലിച്ചായ കുടിച്ചപ്പോഴേക്കും ബസ് വന്നു. ഗൂഡല്ലൂരിൽ നമുക്ക് നാട്ടിലുള്ള ബസ്സാണ് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വരുന്ന ബസ്സാണ് മാത്രം, ഞാൻ അറിഞ്ഞില്ല. TSRTCൻ്റെ ബസ്സായിരുന്നു. അപ്പോൾ ആ ആപ്പിൽ നോക്കണമെന്ന് അത് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ അഹാനയ്ക്കൊക്കെ ഫ്ലൈറ്റിൽ അടുത്തൊഴിഞ്ഞ സീറ്റ് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അതേപോലത്തെ സന്തോഷമാണ് എനിക്ക് KSRTCയിൽ ഒഴിഞ്ഞ സീറ്റ് കിട്ടുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഒരു കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നോക്കി നിന്നു. പിന്നെ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും മഞ്ചേരി എത്തും. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് മഞ്ചേരി റീച്ച് ഗായ്സ്. വെൽക്കം. അപ്പോൾ ഇതാണ് എൻ്റെ നിക്കിക്കുട്ടി. അവളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്, സത്യം പറയാലോ. അപ്പോൾ നമ്മളങ്ങനെ ഊട്ടി ട്രിപ്പൊക്കെ കഴിഞ്ഞതാ. അപ്പോൾ വീട്ടിലെത്തിയത് നേരെ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര റെജുവിനേഷൻ ഫീൽ. ഇനി എനിക്ക് KSRTCയിൽ പോവാം. യാതൊരു പോയിട്ടില്ല. ഒരു ടൈം പോയി കഴിഞ്ഞാൽ വീണ്ടും പോകും. ഇപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ 3:15 മഞ്ചേരിക്ക് ബസ്സുണ്ട്. കോഴിക്കോട്ടേക്കുള്ള ബസ്സാണ് മഞ്ചേരി വഴി പോണത്. അപ്പോൾ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഗൂഡല്ലൂർ പോയാൽ ഗൂഡല്ലൂരിൽ നിന്ന് സുഖമായിട്ട് ഊട്ടിക്കും ബസ് കിട്ടും. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് കറങ്ങിയിട്ട് ജസ്റ്റ് ആ ഒരു ട്രിപ്പ് തന്നെ ഭയങ്കര ഒരു ഫീലാണല്ലോ. നല്ല പച്ചപ്പും മലനിരകളും മഞ്ഞും സ്പോ. അപ്പോൾ ഇതാണ്, ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഇത്രത്തോളം എഫേർട്ട് എടുത്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യായിരിക്കും അല്ലേ, എന്താ
എന്തായാലും ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, പിന്നെ ബെല്ലൈക്കണം. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, ബെല്ലൈക്കണം നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയേക്ക്.